CPI കടുപ്പിച്ചതോടെ നേരിട്ട് അനുനയ നീക്കവുമായി മുഖ്യമന്ത്രി. CPM അടിയന്തര സെക്രട്ടേറിയറ്റിനിടയിൽ പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചു. ആലപ്പുഴയിൽ 3:30 കൂടിക്കാഴ്ച നടക്കും. വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് തന്നെയാണ് ബിനോയ് വിശ്വം സ്വീകരിക്കുക. ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നേ തീരുമാനമെടുക്കരുത് എന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം CPI അംഗീകരിക്കുകയായിരുന്നു. അന്തിമ നിലപാട് ചർച്ച ചെയ്യാനായി CPI എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ തുടരുകയാണ്. മുഖ്യമന്ത്രി ചർച്ച ഞങ്ങൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ യോഗം കൂടാൻ പോകുന്നതേ ഉള്ളൂ. CPM-ന്റെ സെക്രട്ടറി തീരുമാനം ഞങ്ങളെ അറിയിച്ചില്ല. എന്താണെന്ന് അവർ അറിയിക്കട്ടെ. അറിയിക്കുമ്പോൾ എന്തായാലും ആലോചിച്ചപ്പോൾ LDF കൺവീനർ നോട്ടീസ് തന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഒരു ചർച്ച അവസാനിക്കാൻ പോകുന്നില്ല. റഹീസ് റഷീദ്, K സജീഷ് എന്നിവർ വിവരങ്ങളുമായി. ആദ്യം റഹീസിലേക്ക്. റഹീസ്, ഇപ്പോൾ CPI സെക്രട്ടേറിയറ്റിന് ശേഷം CPI എക്സിക്യൂട്ടീവ് ചേരുകയാണ്. ഈ യോഗത്തിൽ വലിയ തീരുമാനങ്ങളിലേക്ക് പോകുമോ? കാരണം മുഖ്യമന്ത്രി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച 3:30 നടക്കാനിരിക്കുന്നു. അതിനു മുമ്പ് കടുത്ത തീരുമാനങ്ങൾ എടുക്കരുത് എന്ന അഭ്യർത്ഥന CPI സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യോഗത്തിൽ എന്ത് ആലോചനകളാണ് നടക്കുന്നത് റഹീസ്? സ്മൃതി, ഇപ്പോൾ ചേരുന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ വിഷയത്തിൽ ഇതുവരെ പാർട്ടി എടുത്ത നിലപാടും CPI നേതാക്കളോട് ചർച്ച ചെയ്ത വിശദാംശങ്ങളും ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവിനെ അറിയിക്കുകയായിരിക്കും ചെയ്യുക. 3:30 മുഖ്യമന്ത്രിയും ഒപ്പം ബിനോയ് വിശ്വവും തമ്മിൽ കൂടിക്കാഴ്ച നടക്കേണ്ടതുള്ളത് കൊണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ വിഷയത്തിൽ CPI എടുക്കുന്ന തുടർ തീരുമാനം അന്തിമമായി എടുക്കുക. അതിനകത്ത് ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ ചേരുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ചു. ഇന്നലെ വിളിച്ചതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നും ഫോണിൽ വിളിച്ചത്. ആ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നേരിട്ടിരുന്ന് ഈ പ്രശ്നത്തിലുള്ള പരിഹാരം കാണാം. അതുവരെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന് ഒരു വലിയൊരു തീരുമാനത്തിലേക്ക് മുന്നണിയെയും പാർട്ടിയെയും മന്ത്രിസഭയെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് CPI പോകരുത് എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത്. CPI സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ആവശ്യം CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ ചേരുന്ന എക്സിക്യൂട്ടീവിൽ അന്തിമമായ ഒരു കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കില്ല. പകരം ഇതുവരെ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയിക്കുകയായിരിക്കും ചെയ്യുക. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 3:30 ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെയായിരിക്കും ചർച്ചകൾ നടക്കുക. 2 മുറിയും കോൺഫറൻസ് ഹാളും സജ്ജീകരിക്കാനുള്ള നിർദ്ദേശം ഗസ്റ്റ് ഹൗസ് ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുമുണ്ട്. അതായത് ചർച്ചകൾ ഇവിടെ തന്നെ നടക്കാനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. ആ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും 3:30 നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം എക്സിക്യൂട്ടീവ് തുടരുമോ? ഉച്ചയ്ക്ക് എക്സിക്യൂട്ടീവ് പിരിഞ്ഞതിന് ശേഷം ആ ചർച്ചയുടെ വിശദാംശങ്ങൾ കൂടി ധരിപ്പിച്ചതിന് ശേഷം വീണ്ടും എക്സിക്യൂട്ടീവ് തുടരാനുള്ള ഒരു ആലോചനയാണ് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് CPIയുടെ നേതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇതുവരെ മുഖ്യമന്ത്രി വിളിച്ച സമയത്ത് ബിനോയ് വിശ്വം പാർട്ടി നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അതിന്നും ആവർത്തിച്ചതായാണ് നേതാക്കൾ പറയുന്നത്. സംസ്ഥാന സെക്രട്ടറിയോട് സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടി എടുത്ത നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാതെ ആ നിലപാടിൽ ഉറച്ചു നിന്നുള്ള ചർച്ചകളാണ് മുഖ്യമന്ത്രിയുമായി നടത്തേണ്ടതെന്ന് സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഒരു തരി പോലും വിട്ടുവീഴ്ച ചെയ്യാതെ ഞങ്ങൾ ഉറച്ചു നിൽക്കും, CPM മുൻ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന ആവശ്യമായിരിക്കും ചർച്ചയിൽ ബിനോയ് വിശ്വം മുന്നോട്ട് വയ്ക്കുക. ഇന്നലെ ഫോണിൽ വിളിച്ച മുഖ്യമന്ത്രി ഫണ്ടാണ് പ്രധാനപ്പെട്ട പ്രശ്നം, അതുകൊണ്ട് മാത്രമാണ് ചർച്ചകളില്ലാതെ പെട്ടെന്ന് നടപ്പിലാക്കേണ്ടി വന്നത് എന്ന വിശദാംശമാണ് ധരിപ്പിച്ചത്. അത് അംഗീകരിക്കാനാവില്ല, ഞങ്ങളുടെ നിലപാട് ഉറച്ചതാണ്, കടുത്തതായിരിക്കുമെന്ന് ബിനോയ് വിശ്വം മറുപടിയും പറഞ്ഞു. ആ ഒരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് CPI കടക്കും എന്ന് വിലയിരുത്തിയ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് നേരിട്ട് ചർച്ച നടത്തി പ്രശ്നപരിഹാരം നടത്താൻ മുഖ്യമന്ത്രി എന്താണ് ഒത്തുതീർപ്പ് ഫോർമുല CPI മുന്നോട്ട് വയ്ക്കുന്നത്?